ദൈവത്തിന്റെ അതിപരിശുദ്ധമാകുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരുന്നവനാകുന്ന ക്രിസ്തയേശുവിന്റെ നിസ്തുല്യ നാമത്തിലെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഒരിക്കൽ കൂടി മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുവാൻ സർവശക്തനാം ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന ഈ സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സർവശക്തനാം ദൈവം ഇന്നത്തെ ഈ സന്ദേശത്തിലൂടെ നമ്മോട് തീർച്ചയായും ഇടപെടും. നിങ്ങളുടെ കുടുംബത്തിനകത്തൊരു ദൈവപ്രവൃത്തിയെ ദൈവം വെളിപ്പെടുത്തും. പ്രത്യേകിച്ച് ഇന്നത്തെ സന്ദേശം തലമുറകൾക്ക് വേണ്ടി നാളുകളായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചില മാതാപിതാക്കളോടുള്ള ദൈവത്തിന്റെ ദൂതാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ ഇരിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ എൻ്റെ ഹൃദയത്തിനകത്ത് നൽകിയിരിക്കുന്ന ചിന്ത ഇതാണ്: എന്തുകൊണ്ട് സാത്താന്യ ശക്തികൾ തലമുറകളെ ബന്ധിക്കുന്നു? എന്തുകൊണ്ട് സാത്താൻ തലമുറകളെ ലക്ഷ്യമിടുന്നു അല്ലെങ്കിൽ അവരെ ബന്ധിക്കുന്നു? അടുത്ത ചിന്ത ഇതാണ്: ഈ സാത്താന്യ ബന്ധനത്തിനകത്ത് കിടക്കുന്ന തലമുറകളെ എങ്ങനെ വിടിവിച്ച് പുറത്തു കൊണ്ടുവരുവാനായി കഴിയും? ഈ ഒരു ചെറിയൊരു സന്ദേശം നിങ്ങൾ അല്പസമയം ദൈവസന്നിധി പ്രാർത്ഥനയോടുകൂടെ കേട്ടാൽ നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ തലമുറകളിൽ, നിങ്ങൾ നാളുകളായി തലമുറകളെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ മീതെ പരിശുദ്ധനാം ദൈവം ചില വിടുതലുകളെ അയക്കും. നിങ്ങൾ വിശ്വസിക്കുക. ദൈവാത്മാവിന്റെ നിയോഗത്താൽ ഞാൻ ഈ സന്ദേശത്തെ നിങ്ങളുമായി കൈമാറുമ്പോൾ കർത്താവ് വിശ്വസിച്ചേറ്റെടുക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ, അവരുടെ കുടുംബങ്ങളിൽ വലിയ ദൈവപ്രവൃത്തികളെ ചെയ്യുമാറാകട്ടെ. അതിനാധാരമായി നമുക്കൊരു വേദഭാഗം വായിക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 1-ാമത് വാക്യം. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 1-ാമത് വാക്യം. ഇവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി. നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എന്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി നിലവിളിച്ചുകൊണ്ട് ദൈവത്തിന്റെ അഭിഷിക്തനായിരിക്കുന്ന എലീശയുടെ അരികിലേക്ക് ഓടി വരികയാണ്. എന്തിനാണ് ഈ സഹോദരി ഓടി വരുന്നു? എന്താണ് അവളുടെ വിഷയം? അവൾ നിലവിളിക്കാനും കരയാനുമുള്ള കാരണം എന്താണ് ചോദിച്ചാൽ, അവിടെ കടക്കാർ തന്റെ തലമുറകളെ ബന്ദികളാക്കി കൊണ്ടുപോകുവാൻ നിൽക്കുകയാണ്. നോക്കിയേ, എന്തിനാ ഈ സഹോദരി നിലവിളിക്കുന്നത്? എന്തിനാണ് ഈ മാതാവ് ദൈവസന്നിധിയിൽ കരയുന്നു എന്ന് ചോദിച്ചാൽ, വിഷമുറകളുടെ വിടുതലിന് വേണ്ടി പ്രിയ സഹോദരി നിലവിളിച്ചുകൊണ്ട് പ്രവാചക ശിഷ്യന്റെ അരികിലേക്ക് ഓടി വരികയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, എന്നെ കേൾക്കുന്ന പ്രിയ പിതാവേ, നിങ്ങളും ഇതേ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. നിങ്ങളുടെയും തലമുറകളെ ഓർത്ത് നിങ്ങൾ ചില നാളുകളായി കരയുകയാണ്. അവർ ഒരു സമയത്ത് ദൈവത്തിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടുമെന്ന് നിങ്ങൾ ചിന്തിച്ചവരാണ്. നിങ്ങൾ വളർത്തിക്കൊണ്ടുവന്ന സമയത്ത് സൺഡേ സ്കൂൾ പഠിക്കുവാൻ അവരെ ദൈവാലയങ്ങളിലേക്ക് പറഞ്ഞുവിട്ട കാലങ്ങളിൽ നിങ്ങൾക്ക് അവരെക്കുറിച്ച് വലിയ പ്രത്യാശയുണ്ടായിരുന്നു. ദൈവസഭയ്ക്ക് അവരുടെ മേൽ വലിയൊരു പ്രത്യാശയുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ അവരുടെ പോക്ക്, ഇന്നത്തെ അവരുടെ നടപ്പുകൾ, ഇന്നത്തെ അവരുടെ ബന്ധങ്ങൾ, ഇന്നത്തെ അവരുടെ കൂട്ടുകെട്ടുകൾ, അത് നിങ്ങളുടെ മനസ്സിനകത്ത് വളരെ വേദനകൾ ജനിപ്പിക്കുന്നു. നിങ്ങൾ പ്രതീക്ഷിച്ചതിന് വിഭിന്നമായ അവരുടെ ജീവിതത്തിന്റെ ഓരോ പ്രവണതകളെ കണ്ട്, അവരുടെ ജീവിതത്തിന്റെ മുമ്പോട്ടുള്ള പോക്കുകളെ കണ്ട് നിങ്ങൾ നിരാശരായി നാളുകളായി ദൈവസന്നിധിയിൽ കരയുന്ന വ്യക്തികളാണ്. പക്ഷെ പരിശുദ്ധാത്മാവിന് ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയുവാനുള്ള ദൈവത്തിന്റെ സന്ദേശം, നിങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്തവണ്ണം നിങ്ങളുടെ തലമുറകൾ മടങ്ങി വരത്തില്ലെന്നല്ല. സാത്താന്യ ശക്തികൾ ബന്ധിച്ച് വച്ചിരിക്കുന്ന തലമുറകളെ വിടിവിച്ച് കരത്തി തരുവാൻ ഒരുവന് കഴിയും. അത് നമ്മുടെ കർത്താവാണ്. നിങ്ങൾ കടന്നു വന്നിരിക്കുന്ന ഇടം തെറ്റിപ്പോയിട്ടില്ല. ഒരുപക്ഷെ നിങ്ങൾ നാളുകളായി പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾ നാളുകളായി ഈ വിഷയത്തിന് വേണ്ടി ഉപവസിക്കുന്നുണ്ടായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾ നാളുകളായി ഈ വിഷയത്തിന് വേണ്ടി കരയുന്നുണ്ടായിരിക്കാം. പക്ഷെ ദൈവാത്മാ പറയുന്നു, നിരാശപ്പെടണ്ട. പ്രവാചക ശിഷ്യന്റെ തലമുറകളെ കടക്കാര് ബന്ധിച്ചുകൊണ്ട് പോകുവാൻ നിൽക്കുന്ന സമയത്ത് പ്രവാചക ശിഷ്യന്റെ ഭാര്യ ഈ ലോകത്തിലെ ഒരു വ്യക്തികളെയും ആശ്രയിക്കാൻ ഓടിപ്പോകാതെ ദൈവത്തിന്റെ അഭിഷിക്തനായിരിക്കുന്ന എലീശയുടെ മുമ്പിൽ ഓടിച്ചെന്നതുപോലെ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവൈതലേ, നിങ്ങൾ ഈ ലോകത്തിലെ ആരുടെയും മുമ്പിൽ ആശ്രയം വെക്കാതെ സർവശക്തനാം ദൈവത്തിന്റെ സന്നിധിയിൽ നെടുമ്പാട് വീണ് കരയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിങ്ങളുടെ മക്കളെ ദൈവം മടക്കി തരും. ഏതൊക്കെ ശക്തികളോ വ്യക്തികളോ ബന്ധിച്ച് വെച്ചിരിക്കുന്നതായാലും ആ ബന്ധനങ്ങൾക്കകത്ത് നിന്ന്, പൈശാചിക ബന്ധനങ്ങൾക്കകത്ത് നിന്ന്, മാനുഷിക വശീകരണ ബന്ധനങ്ങൾക്കകത്ത് നിന്ന് നിങ്ങളുടെ തലമുറകളെ വിടിവിച്ച് നിങ്ങളുടെ കരത്തിൽ തരുവാൻ ശക്തനായ ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് നിങ്ങൾ ആയിരിക്കുന്നത്. സമയം ഇനിയും വൈകിപ്പോയിട്ടില്ല. നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ട്,
കൊണ്ടായിരിക്കാം സമയം വൈകിപ്പോയെന്ന് ദൈവാത്മാവ് പറയുന്നു. ഇല്ല, ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു. നിങ്ങളുടെ വിടുതലുകൾക്ക് ഒരു അവധി വെച്ചിരിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന്റെ, തലമുറയുടെ വിഷയത്തിന്റെ വിടുതലുകൾ നിങ്ങളുടെ കരത്തിൽ എത്തിച്ചേരുവാൻ സമയമായെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് ആലോചന പറയുകയാണ്. നിരാശരാകണ്ട, പ്രാർത്ഥനകളെ അവസാനിപ്പിക്കണ്ട, പ്രതീക്ഷകളെ കൈവിടണ്ട. ദൈവം നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാൻ പോകുന്നു. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവം ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്ന വാഴ്ത്തത്ത സന്തതികളുടെ ജനനത്തെ തടയുന്ന പൈശാചിക പദ്ധതി. കുറച്ചും കൂടെ വ്യക്തമായി പറഞ്ഞാൽ, വാഴ്ത്തത്ത സന്തതികൾ അമ്മയുടെ ഉദരത്തിനകത്ത് ഉരുവാകുവാൻ അനുവദിക്കാതെ ഗർഭപാത്രത്തെ അടച്ചുവെച്ച് വാഴ്ത്തത്ത സന്തതികളുടെ ജനനത്തെ തടയുവാൻ ശ്രമിക്കുന്ന പൈശാചിക പദ്ധതി. ഉദാഹരണമായി പറഞ്ഞാൽ, അബ്രഹാമിന് ദൈവം കൊടുക്കാമെന്ന് പറഞ്ഞ വാഴ്ത്തത്ത സന്തതി തന്റെ ഭാര്യയായിരിക്കുന്ന സാറയുടെ ഉദരത്തിനകത്ത് ഉരുവാകുവാൻ അനുവദിക്കാതെ നീണ്ട 24 വർഷം ആ വാഴ്ത്തത്ത സന്തതിയുടെ ജനനത്തെ ശത്രു തടയുവാനിടയായി. ഇസ്ഹാക്കിനൊരു തലമുറ ജനിക്കുവാൻ അനുവദിക്കാതെ നീണ്ട 20 കൊല്ലം തലമുറകളുടെ ജനനത്തെ ശത്രു തടഞ്ഞു വെച്ചതായി കാണുവാനായി കഴിയുന്നു. കർത്താവിന് വേണ്ടി പാതയൊരുക്കുവാൻ ദൈവം കണ്ട സ്നാപക യോഹന്നാന്റെ ജനനത്തെ നീണ്ട വർഷങ്ങൾ ശത്രു തടഞ്ഞു വെച്ചതായി നമുക്ക് കാണുവാനായി കഴിയുന്നു. അപ്പോൾ വേദപുസ്തകം ഒന്നാമതായി നമ്മോട് പറയുന്നു, വാഴ്ത്തത്ത സന്തതി ഉദരത്തിനകത്ത് ഉരുവാകുവാൻ അനുവദിക്കാതെ തടഞ്ഞു വെക്കുന്ന പൈശാചിക പദ്ധതികൾ. രണ്ടാമതായി നാം വേദപുസ്തകം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു, ദൈവം കണ്ടിരിക്കുന്ന, ദൈവനാമത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ ദൈവം കണ്ടിരിക്കുന്ന വാഴ്ത്തത്ത സന്തതി അമ്മയുടെ ഉദരത്തിനകത്ത് ഉരുവായി എന്ന് ചിന്തിക്കുക. ആ ഉരുവായ തലമുറ ഉദരത്തിനകത്ത് നിന്ന് ജീവനോടെ പുറത്തു വരുവാൻ അനുവദിക്കാതെ ഉദരത്തിനകത്ത് വെച്ച് തന്നെ അതിനെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന പൈശാചിക പദ്ധതി. നമുക്ക് പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നു, മോശക്കുഞ്ഞ് ആ മോശയുടെ അമ്മയുടെ ഉദരത്തിനകത്ത് ഉരുവായി. പക്ഷേ അവിടെ ഫറവോൻ സൂതികർമ്മിണികളോട് പറയുകയാണ്, അല്ല, എബ്രായ സ്ത്രീകളുടെ അരികിൽ നിങ്ങൾ സൂതികർമ്മണത്തിന് ചെല്ലുമ്പോൾ അവർ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾ ആണാകുന്നു എങ്കിൽ, അവരുടെ ഉദരത്തിനകത്ത് കിടക്കുന്ന കുഞ്ഞുങ്ങൾ ആണാകുന്നുവെങ്കിൽ അത് ജീവനോടെ പുറത്തു വരുവാൻ പാടില്ല. ജനനത്തിങ്കൽ തന്നെ അതിനെ എന്ത് ചെയ്യണം? കൊന്നുകളയണം. ഇതാണ് പിശാചിന്റെ രണ്ടാമത്തെ പദ്ധതി. മൂന്നാമത്തെ പദ്ധതി നാം വേദപുസ്തകം പഠിക്കുമ്പോൾ കാണുവാനായി കഴിയും. ഒരുപക്ഷെ വാഴ്ത്തത്ത സന്തതി ഉദരത്തിനകത്ത് ഉരുവായി അത് ഈ ഭൂമിയിൽ ജനിക്കുവാൻ ഇടയായി എന്ന് ചിന്തിക്കുക. ആ ജനിച്ച കുഞ്ഞിനെ വളരുവാൻ അനുവദിക്കാതെ വളർച്ചയുടെ ആരംഭത്തിൽ തന്നെ അതിനെ നശിപ്പിച്ച് കളയുവാനുള്ള പിശാചിന്റെ പദ്ധതി. നമുക്കറിയാം, യേശു കുഞ്ഞ് ജനിച്ചതിന് അനന്തരമായി ഹെരോദാവ് കൽപ്പന പുറപ്പെടുവിക്കുകയാണ്, 2 വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞിനെ എന്ത് ചെയ്യണം? കൊന്നുകളയണം. എന്ന് വെച്ചാൽ വളർച്ചയുടെ ആരംഭത്തിൽ തന്നെ കുഞ്ഞമ്മയുടെ ഉദരത്തിനകത്ത് ഉരുവായി അത് ജീവനോടെ അത് പുറത്തു വന്നു. പക്ഷേ പുറത്തു വന്ന കുഞ്ഞിനെ വളർച്ചയുടെ ആരംഭഘട്ടത്തിൽ തന്നെ കൊന്നുകളയുവാൻ, നശിപ്പിച്ചു കളയുവാനുള്ള പിശാചിന്റെ പദ്ധതി. നാലാമതായി നാം വേദപുസ്തകം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്ന മറ്റൊരു സാത്താന്യ പദ്ധതി ഇതാണ്. ഒരു വാഴ്ത്തത്ത സന്തതി അമ്മയുടെ ഉദരത്തിനകത്ത് ഉരുവായി അത് സമയമായപ്പോൾ ജനിക്കുവാനിടയായി. അത് ജനിച്ച കുഞ്ഞ് വളരുവാനിടയായി. ആ വളർന്ന കുഞ്ഞ് ഒരു പരിവമാകുമ്പോൾ ദൈവനാമത്തിന് വേണ്ടി അടുത്ത നാളുകളിൽ അത് പ്രയോജനപ്പെടുമെന്ന് തോന്നുമ്പോൾ ആ തലമുറകളെ വഴിതെറ്റിച്ച് പിശാച് തന്റെ അടിമകളാക്കുവാൻ ശ്രമിക്കുന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിങ്ങൾ ഈ പറയപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയത്തിനകത്ത് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോടാണ് സംസാരിക്കുന്നത്. ദൈവം വാഗ്ദത്തമായി നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്കൊരു തലമുറയെ തരുമെന്ന്. നാളുകളായി നിങ്ങൾ ഈ വാഗ്ദത്തം കേട്ടിട്ട്, പക്ഷെ ഇന്നും നിങ്ങളുടെ ഉദരത്തിനകത്തൊരു ചലനം സംഭവിച്ചിട്ടില്ല എങ്കിൽ നിരാശപ്പെടേണ്ട. നിങ്ങളുടെ തലമുറ ദൈവം കണ്ടിരിക്കുന്നതാണ്. അത് പുറത്തു വരരുത്, അത് നിങ്ങളുടെ ഉദരത്തിനകത്ത് ഉരുവാകരുതെന്ന് പറഞ്ഞ് പൈശാചിക മണ്ഡലങ്ങൾ ബന്ധിച്ചു വച്ചിരിക്കുന്ന ബന്ധനത്തെ ഇന്ന് പകൽക്കാലം ഈ വചനം ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു വിടുതലാകും. നിങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് ആ പൈശാചിക ബന്ധനത്തെ ദൈവം പൊട്ടിക്കാൻ പോവുകയാണ്. നാളുകളായി വാഴ്ത്തത്തം കേട്ടിട്ടും കൺസീവ് ചെയ്യുവാൻ കഴിയാതെ ഭാരപ്പെട്ട് ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന, കരയുന്ന
കലങ്ങിക്കളയുന്ന പ്രിയ സഹോദരി, നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ദൈവം ഒരു പ്രവൃത്തിയെ നിങ്ങളുടെ ഭവനത്തിനകത്ത് വെളിപ്പെടുത്താൻ പോകുന്നു. രണ്ടാമത്, ഉദരത്തിനകത്ത് ദൈവം നൽകി തന്ന തലമുറയെ പലവട്ടം അബോഷനാക്കുവാൻ പിശാച് ശ്രമിച്ചെങ്കിൽ യേശുവിന്റെ നാമത്തിൽ അത്തരത്തിൽ കൺസീവ് ചെയ്തിട്ടും അതിന്റെ പൂർണ്ണത, ആ ഫലത്തെ, ആ തലമുറയെ കാണുവാൻ അനുവദിക്കാതെ ഉദരത്തിനകത്തിട്ട് തന്നെ കലക്കിക്കളയുന്ന ആ പൈശാചിക ബന്ധനത്തെ യേശുവിന്റെ നാമത്തിൽ ശാസിക്ക്. റാമാനവ ശംദൽ കൗഡവ. മാതാവേ, നിങ്ങളായിരിക്കാം എന്നെ ഒരുപക്ഷെ കേൾക്കുന്നത്, നിങ്ങളുടെ തലമുറയായിരിക്കാം ഇതേ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നത്. അവരുടെ വിവാഹം കഴിഞ്ഞു മക്കളുടെ, പക്ഷേ വിവാഹം കഴിഞ്ഞ് കൺസീവ് ആകുന്നുണ്ട്, പക്ഷെ ഒരു കുഞ്ഞ് അതിന്റെ പൂർണ്ണതയിലേക്ക് കടന്നു വരുവാൻ കഴിയാതെ ഉദരത്തിനകത്ത് തന്നെ ആ കുഞ്ഞിനെ കലക്കി അബോഷനാക്കി കളയുന്ന ഒരു പോരാട്ടം നിങ്ങളുടെ ഭവനത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എങ്കിൽ അതിനെ കണ്ട് നിരാശരായി കരഞ്ഞുകൊണ്ടിരിക്കേണ്ട. യേശുവിന്റെ നാമത്തിൽ അതിനെ ശാസിക്ക്. പ്രാർത്ഥനാ മുറിക്കകത്തേക്ക് കയറിയേ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ദൈവപ്രവൃത്തിയെ വെളിപ്പെടുത്താൻ പോകുന്നു. അടുത്ത് മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്, ജനിച്ച തലമുറയുടെ ജനനത്തിങ്കൽ തന്നെ രോഗങ്ങൾ കൊണ്ടിട്ട്, പല പ്രയാസങ്ങൾ കൊണ്ടിട്ട്, വളർച്ചയുടെ ആരംഭത്തിൽ തന്നെ അതിനെ മുരടിപ്പിച്ച് ഇല്ലാതാക്കി കളയുവാൻ ശ്രമിക്കുന്ന പൈശാചിക ശക്തി. കരഞ്ഞും പ്രാർത്ഥിച്ചും ഒരു തലമുറ ലഭിച്ചു, പക്ഷേ ലഭിച്ച തലമുറയ്ക്കകത്തൊരു സന്തോഷം നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. കാരണം പലവിധമാകുന്ന രോഗങ്ങൾ, പലവിധമാകുന്ന വളർച്ചയെ ബന്ധിച്ചിരിക്കുന്ന പ്രയാസങ്ങൾ, അത് ഡോക്ടർ പോലും ഒരു ഉറപ്പ് തരാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കാം. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു, വളർച്ചയുടെ ആരംഭത്തിൽ തന്നെ ഇല്ലാതാക്കി കളയുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആ പൈശാചിക ശക്തിയുടെ പ്രവർത്തനത്തെ എന്റെ ദൈവം ആ കുഞ്ഞിന്റെ ജീവിതത്തിൽ നിന്ന് ക്യാൻസൽ ചെയ്യുകയാണ്. നിങ്ങൾക്ക് ദൈവം തന്ന തലമുറ, അത് ആരോഗ്യത്തോടെ ദൈവം നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് ദൈവം തന്ന തലമുറയെ നശിപ്പിച്ചു കളയാൻ ഒരു പിശാചിനും അനുവാദമില്ല. രോഗങ്ങൾ കൊണ്ടിട്ടോ മറ്റെന്തെങ്കിലും പ്രയാസങ്ങൾ കൊണ്ടിട്ടോ ഈ വളർച്ചയുടെ ആരംഭത്തിൽ തന്നെ അതിന്റെ ബുദ്ധിയെ മന്ദിച്ചു കളഞ്ഞ്, അതിന്റെ ആരോഗ്യത്തെ ക്ഷയിപ്പിച്ചു കളഞ്ഞ്, അതിന്റെ ഹാർട്ടിനെ വീക്കാക്കി കളഞ്ഞ്, അതിന്റെ ലെൻസിനെ ചുരുക്കി കളഞ്ഞ്, അതിന്റെ ഹാർട്ടിനകത്ത് ഹോളിട്ട് മറ്റു പ്രയാസങ്ങൾ കൊണ്ടിട്ട് ആ കുഞ്ഞിനെ ഒരു രോഗിയാക്കി തീർക്കുവാൻ, ആർക്കും പ്രയോജനമല്ലാതാക്കി കളയുവാൻ ശ്രമിക്കുന്ന, ജനനത്തിന്റെ വളർച്ചയുടെ ഈ ആരംഭഘട്ടത്തിൽ മുരടിപ്പിച്ചു കളയുവാൻ ശ്രമിക്കുന്ന ആ പൈശാചിക ശക്തികളെ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുകയാണ്. നാലാമത്തെ ഘട്ടമാണ്, ജനിച്ചു വളർന്നു, പക്ഷേ വളർന്നെങ്കിലും കുടുംബത്തിന് പ്രയോജനമില്ലാതെ ദൈവനാമത്തിന് വേണ്ടി നിൽക്കേണ്ട തലമുറകളെ ബന്ധിച്ച് സാത്താന്യ രാജ്യത്തിന്റെ അവകാശികളാക്കുവാൻ സാത്താന്യ ശക്തികൾ തലമുറകളെ ബന്ധിച്ചു വച്ചിരിക്കുന്നത്. ആൺകുട്ടിയാകട്ടെ, അത് പെൺകുട്ടിയാകട്ടെ, മാതാവേ പിതാവേ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ ചോദിക്കുന്നുണ്ടായിരിക്കാം, എനിക്ക് എന്തിനിങ്ങനെ ഒരു തലമുറയെ തന്നു? ഇതിനേക്കാളും നല്ലത് ദൈവമേ, എനിക്ക് തലമുറ ഇല്ലാതിരിക്കുന്നതാണ്. ഇവരെ കൊണ്ട് എനിക്കൊരു സ്വസ്ഥതയില്ല, ഇവരെ കൊണ്ട് എനിക്കൊരു സമാധാനമില്ല, ഇവർ ദൈവനാമത്തെ ദുഷിക്കുകയാണ്. ഈ പൈതലിന്റെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ എനിക്കെന്നും കണ്ണുനീര് തന്നെയായിരിക്കും. അത് കണ്ട് നിരാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, നിങ്ങൾ നിരാശപ്പെടണ്ട. ബന്ധിക്കപ്പെട്ട് കിടക്കുന്നതിനെയും വിടിവിച്ചു തരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നുണ്ടോ? ഈ ദൂത് അതിന്റെ ആഴങ്ങളിലേക്ക് പോകുവാൻ പോവുകയാണ്. എന്തുകൊണ്ടാണ് പിശാചി തലമുറകളെ ഇങ്ങനെ പിന്തുടരുന്നത്? പിശാചി ഇങ്ങനെ പിന്തുടരുന്നതിന്റെ കാരണം എന്താണ്? അതിലേക്കാണ് നമ്മുടെ ചിന്തകളെ കൊണ്ടുപോകുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുന്നത്. നമുക്കൊരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിന്റെ 2-ാമത് വാക്യം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിന്റെ 2-ാമത് വാക്യം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിന്റെ 1 മുതൽ വായിച്ചു വരുമ്പോൾ ദൈവശബ്ദം കേട്ടിറങ്ങുന്ന അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം പറയുകയാണ്. എന്താണ് വാഗ്ദത്തം? ഞാൻ നിന്നിലൂടെ ഈ ഭൂമിയിലെ സകല വംശങ്ങളെ എന്ത് ചെയ്യും? അനുഗ്രഹിക്കുമെന്ന്. എന്നാൽ 10 അധ്യായങ്ങൾ മുമ്പിലേക്ക് പോകുമ്പോൾ 22-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിന് ഒരു ചെറിയ വ്യത്യാസം വരുന്നതായി നമുക്ക് കാണുവാനായി കഴിയുന്നു. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്,
നീ എന്റെ വാക്കനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിന്റെ 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, ഞാൻ നീ മുഖാന്തരം സകല വംശങ്ങളെയും അനുഗ്രഹിക്കും, സകല ജാതികളെയും അനുഗ്രഹിക്കും. എന്നാൽ 22-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആ ദൂതനെ കുറച്ചും കൂടെ ക്ലാരിറ്റിയോട് ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, ഞാൻ നിന്റെ സന്തതി മുഖാന്തരം സകല ജാതികളെയും സകല വംശങ്ങളെയും അനുഗ്രഹിക്കും. എന്താ അതിനകത്ത് കിടക്കുന്ന അർത്ഥം എന്ന് പറയുന്നത്? നമ്മോട് പറഞ്ഞിരിക്കുന്ന ഒരു മാതാവിനോടോ പിതാവിനോടോ ദൈവം പറഞ്ഞിരിക്കുന്ന വാഴ്ത്തത്വത്തിന്റെ പൂർത്തീകരണം കിടക്കുന്നത് നിങ്ങളുടെ തലമുറകളിലൂടെയാണ്. നിങ്ങളോട് ദൈവം പറഞ്ഞില്ലേ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പല വാഴ്ത്തത്വങ്ങൾ, അതിന്റെ പൂർണ്ണത കിടക്കുന്നത് നിങ്ങളുടെ തലമുറകളുമായിട്ടുള്ള ബന്ധങ്ങളിലാണ്. എന്തുകൊണ്ടാണ് സാത്താൻ തലമുറകളെ ബന്ധിക്കുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം ഇതാണ്, നിങ്ങളെ മേൽ കിടക്കുന്ന വാഴ്ത്തത്വത്തിന്റെ പൂർത്തീകരണം കിടക്കുന്നത് നിങ്ങളുടെ തലമുറകളുടെ മേലാണ്. അതുകൊണ്ട് സാത്താൻ നിങ്ങളുടെ തലമുറകളെ ബന്ധിക്കുന്നു. വാഴ്ത്തത്വങ്ങൾ നിവർത്തീകരിക്കാതിരിക്കാൻ, ആ ദൈവിക പദ്ധതികൾ നിങ്ങളുടെ കുടുംബത്തിനകത്ത് പൂർത്തിയാകാതിരിക്കാൻ, ആ ദൈവിക വാഴ്ത്തത്വത്തിന്റെ പൂർണ്ണതകൾ നിങ്ങൾ കാണാതിരിക്കാൻ സാത്താന്യ ശക്തികൾ തലമുറകളെ ബന്ധിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, എന്നെ കേൾക്കുന്ന പ്രിയ പിതാവേ, എന്തുകൊണ്ട് നിങ്ങളെ തലമുറകളെ പിശാച് പിന്തുടരുന്നു? എന്തുകൊണ്ട് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ട, ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടേണ്ട തലമുറകളെ പൈശാചിക ശക്തികൾ ബന്ധിക്കുവാൻ അവരെ ലക്ഷ്യമാക്കി പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ മേൽ കിടക്കുന്ന വാഴ്ത്തത്വത്തിന്റെ പൂർത്തീകരണം കിടക്കുന്നത് നിങ്ങളുടെ തലമുറകളുടെ മേലാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഈ സന്ദേശത്തെ ഏറ്റെടുക്കുക. ആ ദൈവിക വാഴ്ത്തത്വത്തിന്റെ പൂർത്തീകരണത്തെ തടയുവാൻ, തലമുറകളെ ബന്ധിക്കുവാൻ ശ്രമിക്കുന്ന സാത്താന്യ ശക്തികളെ കണ്ടുകൊണ്ട് നിരാശപ്പെട്ടിരിക്കാതെ യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധനാം ദൈവം നിങ്ങളുടെ അകത്ത് പകർന്നിരിക്കുന്ന അഭിഷേകത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ദുഷ്ട ശക്തികളെ, ആ സാത്താന്യ ശക്തികളെ, ആ പൈശാചിക ശക്തികളെ യേശുവിന്റെ നാമത്തിൽ ശാസിച്ച് യേശുവിന്റെ നാമത്തിൽ. നിങ്ങൾ ചോദിക്കുന്നില്ലേ, എന്താ എന്റെ തലമുറയ്ക്ക് പോരാട്ട? ദൈവാത്മാവ് ഒന്നാമതായി നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം നിങ്ങളെ നോക്കി, നിങ്ങളുടെ കുടുംബത്തെ നോക്കി പറഞ്ഞ വാഴ്ത്തത്വത്തിന്റെ പൂർത്തീകരണം നിങ്ങളുടെ തലമുറകളിലൂടെയാണ് സംഭവിക്കേണ്ടത്. ആ വിടുതലുകൾ സംഭവിക്കേണ്ടത് നിങ്ങളുടെ തലമുറകളിലൂടെയാണ്. അത് അനുവദിക്കത്തില്ലെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് പൈശാചിക ശക്തികൾ തലമുറകളെ ബന്ധിക്കാൻ ശ്രമിക്കുന്നു. രണ്ടാമതായി 2 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ദാവീദ് തന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ പറയുകയാണ്. എന്താണ് ദാവീദിന്റെ ഹൃദയത്തിലെ ആഗ്രഹം? ദാവീദ് നാഥാൻ പ്രവാചകനോട് പറയുകയാണ്, ഞാൻ ദേവദാരു കൊണ്ടുണ്ടാക്കിയ അരമനയ്ക്കകത്ത് കിടക്കുമ്പോൾ എന്റെ ദൈവത്തിന്റെ പെട്ടകം തിരശ്ശീലയ്ക്ക് പുറകിൽ കിടക്കുകയാണ്. എനിക്ക് എന്റെ ദൈവത്തിന് വേണ്ടി ഒരു ആലയം പണിയണം. ദാവീദിന്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്താണ്? ദൈവത്തിന് വേണ്ടി ഒരു ആലയം പണിയുക. എന്നാൽ ദൈവം നാഥാൻ പ്രവാചകനോട് പറയുകയാണ്, നീ ദാവീദിനോട് പറയണം. എന്താണ് പറയേണ്ടത്? അവന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ ഞാൻ നിവർത്തിക്കാൻ പോകുന്നത് അവന്റെ തലമുറയിലൂടെയാണ്. എനിക്ക് വേണ്ടി ഒരു ആലയം പണിയണമെന്ന് ദാവീദിന് ആഗ്രഹമുണ്ട്. പക്ഷേ ആഗ്രഹം നിവർത്തിക്കുവാൻ ഞാൻ കണ്ടിരിക്കുന്നത് അവന്റെ തലമുറയിലൂടെയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവൈതലേ, എന്തുകൊണ്ടാണ് പിശാച് തലമുറകളെ റൂട്ട് മാറ്റി വിടുന്നത്? എന്തുകൊണ്ടാണ് പിശാച് തലമുറകളെ ബന്ധിക്കാൻ ശ്രമിക്കുന്നത്? അതിൽ രണ്ടാമത്തെ റീസൺ വചനത്തിൽ നിന്ന് ദൈവാത്മാവ് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന ഇതാണ്, നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പലതും ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു. പക്ഷെ സാഹചര്യങ്ങൾ നിമിത്തം നിങ്ങൾക്ക് ഒരുപക്ഷെ ആഗ്രഹിച്ചതുപോലെ ദൈവനാമത്തിന് വേണ്ടി ചിലതൊക്കെ ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷെ ദൈവാത്മാവ് പറയുന്നു, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത്, ദാവീദ് ആഗ്രഹിച്ചിട്ട് നടക്കാത്തത് ദൈവം ദാവീദിന്റെ തലമുറയിലൂടെ ചെയ്തെടുത്തതുപോലെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടും നടക്കാത്ത ചിലത് നിങ്ങളുടെ തലമുറകളുടെ ചെയ്തെടുക്കുവാൻ ദൈവം കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് തലമുറകളെ പിന്തുടർന്ന് അവരെ ഏതെങ്കിലും വിധത്തിൽ ബന്ധിക്കുവാൻ പിശാച്
പദ്ധതികൾ ഒരുക്കുന്നത്. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ഈ ദൂതനെ സ്വീകരിച്ചെടുത്ത് പരിശുദ്ധാത്മാവ് ചില ദൈവപ്രവർത്തികൾ, ഈ വചന വെളിപ്പാടുകൾ നിങ്ങളുടെ അകത്തേക്ക് ദൈവാത്മാവ് കയറ്റി വിടുമ്പോൾ തന്നെ ഈ ദൂതുകൾ നിങ്ങളുടെ കുടുംബത്തിനകത്ത് വലിയൊരു വിടുതലിനെ സൃഷ്ടിക്കുകയാണ്. നിങ്ങൾ ദൈവനാമത്തിന് വേണ്ടി ചെയ്യാൻ ആഗ്രഹിച്ചു, സാഹചര്യങ്ങൾ നിമിത്തം അത് ചെയ്യുവാൻ കഴിഞ്ഞില്ല. പക്ഷെ ദൈവം പറയും, നിങ്ങളോടുകൂടെ ആഗ്രഹങ്ങൾ അവസാനിച്ചെന്നല്ല, നിനക്ക് ദൈവനാമത്തിന് വേണ്ടി ചെയ്യാൻ കഴിയാത്തത്, നിങ്ങൾക്ക് ദൈവനാമത്തിന് വേണ്ടി കൊടുക്കുവാൻ കഴിയാത്തത്, നിങ്ങൾക്ക് ദൈവനാമത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയാത്തത് എന്റെ ദൈവം നിങ്ങളുടെ തലമുറകളെ ചെയ്തെടുക്കും. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അതിനെ തടയാൻ ഏതൊക്കെ ശക്തികൾ പദ്ധതികൾ ഒരുക്കി അരക്കച്ച മുറുക്കിക്കൊണ്ട് വന്നാലും പരിശുദ്ധാത്മാവ് പറയുന്നു, ഹല്ലേലൂയ, ദൈവത്തിന് വേണ്ടി, ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ട തലമുറകളെ ലക്ഷ്യമിടുന്ന സാത്താന്യ മണ്ഡലങ്ങളെ തകർത്തുകൊണ്ട് ദൈവം കണ്ടിരിക്കുന്ന പദ്ധതിയിലേക്ക് ആ തലമുറയെ ദൈവം എടുത്തുയർത്തും. ഇന്ന് വിശ്വസിക്കുന്നവർ ഈ ദൂതിനെ ഏറ്റെടുത്ത് സ്തോത്രം പറഞ്ഞാട്ടെ. നിങ്ങളുടെ തലമുറയെ ദൈവം ഉപയോഗിക്കും. നിങ്ങൾ ആഗ്രഹിച്ചിട്ട് നടക്കാത്തത് ദൈവം നിങ്ങളുടെ തലമുറയിലൂടെ ചെയ്തെടുക്കും. അപ്പോൾ എന്തുകൊണ്ടാ പിശാച് തലമുറകളെ ബന്ധിക്കാൻ, തലമുറകളെ ഒതുക്കിക്കളയാൻ, തലമുറകളെ ദൈവസന്നിധിയിൽ നിന്ന് അകറ്റിക്കളയാൻ പദ്ധതി ഒരുക്കി കടന്നു വരുന്നു എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ മേൽ കിടക്കുന്ന വാഴ്ത്തത്വത്തിന്റെ പൂർത്തീകരണം കിടക്കുന്നത് നിങ്ങളുടെ തലമുറയുടെ മേലാണ്. രണ്ടാമത് ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ ദൈവനാമത്തിന് വേണ്ടി ചെയ്യുവാൻ പലതും ആഗ്രഹിച്ചു, എന്നാൽ അത് നടന്നില്ല. അതിന്റെ പൂർത്തീകരണം, അത് ചെയ്തെടുക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അത് ദൈവം നിങ്ങളുടെ തലമുറകളുടെ ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുന്നു. അത് മുഖാന്തരം ആ ദൈവിക പദ്ധതിയിൽ നിങ്ങളുടെ തലമുറകൾ എത്താതിരിക്കാൻ വേണ്ടി പിശാച് തലമുറകളെ ബന്ധിക്കുവാനായി കടന്നു വരുന്നു. മൂന്നാമതായി മറ്റൊരു വാക്യത്തിലേക്ക് കടന്നു വന്നേ. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. ഇതൊരു വചന വെളിപ്പാടാണ്. ആ വചനം അതിന്റെ അതേ രീതിയിൽ അർത്ഥത്തിൽ നിങ്ങൾ ചിന്തിക്കാതെ, എന്റെ മനസ്സിനകത്ത് പരിശുദ്ധാത്മാവ് നൽകി തന്ന ഒരു ചിന്തയെ ഞാൻ നിങ്ങളുമായി, ഒരു ദൂതിനെ നിങ്ങളിലേക്ക് ഞാൻ കൈമാറുകയാണ്. ആ ദൂതിനെ അതുപോലെ നിങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. പരിശുദ്ധനാം ദൈവം നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യും. ഇവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാക്കും, അവൻ നിന്റെ തല തകർക്കും. കണ്ടോ ഇവിടെ എഴുതിയിരിക്കുന്നത്? കണ്ടോ? അല്ല, അവൻ നിന്റെ തല തകർക്കും. ആര് നിന്റെ തല തകർക്കും? സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും. കുറച്ചും കൂടെ വ്യക്തമായി പറഞ്ഞാൽ, എവിടെയാണോ മാതാവേ നീ പരാജയപ്പെട്ടത്, എവിടെയാണോ പിതാവേ നീ പരാജയപ്പെട്ടു പോയത്, എവിടെയാണോ നിങ്ങൾക്ക് സാത്താനെ ജയിക്കുവാൻ കഴിയാതെ കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോയത്, ആ മണ്ഡലത്തിൽ നിങ്ങളുടെ തലമുറ നിങ്ങളെ പരാജയപ്പെടുത്തിയ പൈശാചിക ശക്തികളെ തകർത്തുകൊണ്ട് ഒരു ജയാളിയായി നിൽക്കും. ഇത് ദൈവത്തിന്റെ സ്വപ്നമാണ്. ഉടബലവ ശമ്പന. കഴിഞ്ഞ നാളുകളിൽ ഏതൊക്കെയോ പ്രലോഭനത്തിനകത്ത്, ഏതൊക്കെയോ വശീകരണ വാക്കുകൾക്കകത്ത്, ഏതൊക്കെയോ സാത്താന്യ പദ്ധതികൾക്കകത്ത് നിങ്ങൾ വീണുപോയി, നിങ്ങൾ പരാജിതരായി. നിങ്ങൾ പ്രാർത്ഥിച്ച് ഒരുപക്ഷെ കയറി വന്നിട്ടുണ്ടായിരിക്കാം, പക്ഷെ ആ വിഷയത്തിൽ നിങ്ങൾ പരാജിതരായി പോയി. നിങ്ങൾ പരാജിതരായി പോയ ആ മണ്ഡലത്തിൽ ആ പിന്തുടർന്ന് വരുന്ന ശക്തിയെ നിങ്ങളുടെ തലമുറകളെ കൊണ്ട് തകർത്തുകൊണ്ട് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അവരെ നിർത്തുവാൻ, ഒരു ജയാളിയായി നിർത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇത് പിശാചിനറിയാം. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ട തലമുറകളെ അവനെ തകർക്കുമെന്ന് അവൻ അറിയാവുന്ന തലമുറകളെ അവൻ ബന്ധിക്കുവാൻ ശ്രമിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ശാസിച്ച്, മാതാവെ നിന്നെ പരാജയപ്പെടുത്തിയ, നിന്റെ കുടുംബത്തെ പരാജയപ്പെടുത്തിയ, നിന്റെ കുടുംബ ജീവിതത്തെ പരാജയപ്പെടുത്തിയ, നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ പരാജയം കൊണ്ടിട്ട ആ പൈശാചിക ശക്തിയെ തകർക്കാനുള്ള ദൈവകൃപ നിന്റെ തലമുറയുടെ മേൽ പകർന്നു, ദൈവശക്തി നിന്റെ തലമുറകളുടെ മേൽ പകർന്നു ആ ശക്തികളെ, ആ പാരമ്പര്യ പോരുകളെ ജയിക്കുവാനുള്ള ഒരു ദൈവിക പദ്ധതി നിന്റെ തലമുറയുടെ മേൽ കിടപ്പുണ്ട്. അത് തിരിച്ചറിഞ്ഞ പിശാച് അതിനെ അനുവദിക്കത്തില്ലെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് നിന്റെ തലമുറകളെ ബന്ധിക്കുവാൻ ശ്രമിക്കുമ്പോൾ വിട്ടുകൊടുക്കരുത്. എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ തലമുറകളുടെ നടക്കും. അത് ദൈവത്തിന്റെ നീതിയാണ്. ചില പ്രാർത്ഥനാ വീരന്മാർ, ചില പ്രാർത്ഥനാ വീരത്തികൾ നിങ്ങളുടെ ഭവനത്തിനകത്ത് എഴുന്നേൽക്കുവാൻ സമയമായിട്ടുണ്ട്. നിങ്ങളുടെ തലമുറകളെ ദൈവം ആ തലത്തിലേക്ക് കൊണ്ടുവരികയാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ആ തലത്തിൽ ചെയ്തെടുക്കുവാൻ പോകുന്നുവെന്ന് ദൈവം
ദൈവത്തിന്റെ ആത്മാവ് കൈമാറുന്നു. അതിന് ഉദാഹരണമായിട്ട് ഞാൻ ഒരു വചനം പറയാം. അല്ലെങ്കിൽ പുറപ്പാട് പുസ്തകം അതിന്റെ 1-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിലേക്ക് വന്ന്, പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 6-ാമത്തെ വാക്യം. ഇവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: യോസഫും സഹോദരന്മാരെല്ലാവരും ആ തലമുറയൊക്കെയും മരിച്ചു. കണ്ടോ, യോസഫും സഹോദരന്മാരെല്ലാവരും. അടുത്തൊരു പദം എഴുതിയിരിക്കുന്നുണ്ടോ, ആ തലമുറയൊക്കെയും മരിച്ചു. അടുത്തവിടെ കാണാൻ കഴിയുന്ന ഒരു ഫുൾ സ്റ്റോപ്പാണ്. പിശാച് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുക. ഈ തലമുറ അവസാനിച്ചു. ആ തലമുറ ആരാ? യോസഫിന്റെ തലമുറ ഏതാ? പ്രാർത്ഥിക്കുന്ന തലമുറ, ദൈവിക ദർശനങ്ങൾ കാണുന്ന തലമുറ, ദൈവത്തിന്റെ വാഴ്ത്തത്തിന് വേണ്ടി നിൽക്കുന്ന തലമുറ, വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി നിൽക്കുന്ന തലമുറ, ദൈവത്തെ ഭയപ്പെടുന്ന തലമുറ. ഉടകമനവ ശന്തൽ കൗടപതന. ആ തലമുറ അവസാനിച്ചു. ഇനി വരത്തില്ല. ഈ കുടുംബത്തിനകത്ത് നിന്ന് ഇനി പ്രാർത്ഥിക്കുന്ന ഒരുത്തൻ എഴുന്നേൽക്കത്തില്ല. ഈ കുടുംബത്തിനകത്ത് നിന്ന് ദർശനം കാണുന്ന ഒരുത്തൻ ഇനി എഴുന്നേൽക്കത്തില്ല. അവസാനിച്ചു എന്ന് പിശാച് ഫുൾ സ്റ്റോപ്പ് ഇട്ടെടുത്ത് നിർത്തിയെടുത്ത് ദൈവം ആരംഭിച്ചു. എന്താ 7-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്? ഇസ്രായേൽ മക്കൾ സന്താന സമ്പന്നരായി അത്യന്തം വർദ്ധിച്ചു, പെരുകി, ബലപ്പെട്ടു, ദേശം അവരെ കൊണ്ടും നിറഞ്ഞു. അവസാനിച്ചു എന്ന് പറഞ്ഞെടുത്ത് നിന്ന് ദൈവം പറയുകയാണ്, ഇല്ല, അവസാനിച്ചിട്ടില്ല. ദർശനം കാണുന്നവരുടെ തലമുറകൾ അവസാനിച്ചിട്ടില്ല. പ്രാർത്ഥിക്കുന്നവരുടെ തലമുറകൾ അവസാനിച്ചിട്ടില്ല. ദൈവിക സ്വപ്നങ്ങൾ കാണുന്നവരുടെ തലമുറകൾ അവസാനിച്ചിട്ടില്ല. വ്യവസ്ഥയ്ക്ക് വേർപാടിന് വേണ്ടി ചുമട് കൊടുക്കുന്ന ഹല്ലേലൂയ സ്തോത്രം തലമുറകൾ അവസാനിച്ചിട്ടില്ല. വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന തലമുറകൾ അവസാനിച്ചിട്ടില്ല. ദൈവത്തെ ഭയപ്പെടുന്ന തലമുറകൾ അവസാനിച്ചിട്ടില്ല. പിശാച് പറയുന്നു, നിങ്ങളോടുകൂടെ തീർന്നു. ഇനി നിന്റെ തലമുറകളിൽ നീ ആശ വെച്ചിട്ട് കാര്യമില്ല, അവർ കൈവിട്ടുപോയെന്ന്. പക്ഷെ ദൈവം പറയുന്നു, ഇല്ല, അവസാനിച്ചെന്ന്, ഇനി ഒരു സാധ്യതയുമില്ലെന്ന്. പിശാച് ഫുൾ സ്റ്റോപ്പ് ഇടുന്നിടത്ത് എന്റെ ദൈവം ആരംഭിക്കാൻ പോകുന്നു. വിശ്വസിച്ച് ദൂതനേറ്റെടുത്ത് നിങ്ങളുടെ തലമുറകളെ കൊണ്ട് ആരും നിങ്ങൾ എവിടെയാണോ പരാജയപ്പെട്ടത്, നിങ്ങളെ എവിടെയാണോ പിശാച് പരാജയപ്പെടുത്തിയത്, അതേ തലത്തിൽ തിരിച്ചടി കൊടുത്ത് ആ പിശാചിന്റെ പദ്ധതികളെ തകർത്തുകൊണ്ട് നിങ്ങളുടെ തലമുറകളെ ജയാളികളായി നിർത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് പിശാച് തലമുറകളെ ലക്ഷ്യമാക്കുന്നത്? ഒന്ന്, വാഗ്ദത്തം നിങ്ങളോട് പറഞ്ഞതിന്റെ പൂർത്തീകരണം തലമുറകളിൽ കിടക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ പലതും ദൈവം നിവർത്തീകരിക്കുവാൻ പോകുന്നത് നിങ്ങളുടെ തലമുറകളിലൂടെയാണ്. 3, നിങ്ങളെ പരാജയപ്പെടുത്തിയ പിശാച് ഇനിയും അടുത്തൊരു തലമുറയും പരാജയപ്പെടുത്താൻ പദ്ധതിയിടുമ്പോൾ ദൈവം പറയുന്നു, ഇല്ല, ആ പരാജയപ്പെടുത്തിയ പിശാചിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഹല്ലേലൂയ നിങ്ങളുടെ തലമുറകളെ ഒരു ജയാളിയായി നിർത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. അടുത്ത് നമുക്ക് മറ്റൊരു വാക്യം വായിക്കാം. സങ്കീർത്തനം 128 അതിന്റെ 3-ാമത് വാക്യം. ഇവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. ഇവിടെ എഴുതിയിരിക്കുന്ന കണ്ടോ, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. ഒലിവിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ ഏത് ഭാഗത്തെ എടുത്ത് ഇടിച്ച് ചതച്ച് പിഴിഞ്ഞാലും അതിൽ നിന്ന് എന്ത് മാത്രമേ ലഭിക്കത്തുള്ളൂ? ഒലിവെണ്ണ മാത്രമേ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ദൈവം പറയുകയാണ്, നിന്റെ തലമുറകൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ അവർ അഭിഷേകത്താൽ നിറഞ്ഞവരായിരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, നിങ്ങളുടെ തലമുറകളെ ദൈവം കണ്ടിരിക്കുന്നത് അഭിഷേകത്തെ വഹിക്കുന്നവരായി, പരിശുദ്ധാത്മാവിനെ വഹിക്കുന്നവരായി, ദൈവകൃപ വഹിക്കുന്നവരായി, ദൈവിക ശുശ്രൂഷകളെ വഹിക്കുന്നവരായി. അങ്ങനെയാണ് ദൈവം കണ്ടിരിക്കുന്നത്. ആ തലത്തിൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം തലമുറകളെ കണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് പിശാച് തലമുറകളെ ബന്ധിക്കാൻ ശ്രമിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ കാലഘട്ടത്തിൽ അനേകർ അഭിഷേകം നഷ്ടപ്പെട്ട് നടക്കുമ്പോൾ, ദൈവകൃപ നഷ്ടപ്പെട്ട് നടക്കുമ്പോൾ, നിങ്ങളുടെ കുടുംബത്തിനകത്ത് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന തലമുറ അഭിഷേകത്തെ വഹിക്കുന്നവരായി, ദൈവകൃപ വഹിക്കുന്നവരായി, സാത്താന്യ ശക്തികൾ ഭയപ്പെടുന്ന രീതിയിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായി തീരുവാൻ ദൈവം നിങ്ങളുടെ തലമുറകളെ കണ്ടിരിക്കുന്നു. ഇന്ന് നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് പറ, എന്റെ തലമുറകൾ ആ ദൈവ പദ്ധതിയിലേക്ക് കയറി വരട്ടെ. അതിനനുവദിക്കാതെ ബന്ധിക്കുവാൻ ശ്രമിക്കുന്ന എല്ലാ ഇരുട്ടിന്റെ വ്യാപാരങ്ങളെയും നസ്രേനാം
യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. മാതാവേ, ദൂതനെ ഏറ്റെടുക്ക്. അടക മനത ശബ്ദന. ദൈവിക ദർശനങ്ങൾ നഷ്ടപ്പെട്ട ഒരുപാട് പേരുടെ ചുറ്റുപാടിലാണ് നമ്മൾ കിടക്കുന്നത്. അഭിഷേകം നഷ്ടപ്പെട്ട ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ അവരുടെ മധ്യത്തിൽ അഭിഷേകമുള്ള ഒരുവന്, അഭിഷേകമുള്ള ഒരുത്തിയെ നിന്റെ കുടുംബത്തിന്റെ അകത്ത് നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിന്റെ തലമുറ ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടതിനാണ്. ഓ റബലവ ശബ്ദന. പിശാച് ഏതൊക്കെ തലത്തിൽ വലകൾ വീശിയാലും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടതിന് ദൈവം ഉപയോഗിക്കും. വിശ്വസിച്ചുകൊണ്ട് പറയേ, പൈശാചിക ശക്തികൾക്ക് എന്റെ തലമുറകളെ, സാധാന്യ പദ്ധതികൾക്ക് എന്റെ തലമുറകളെ വിട്ടുകൊടുക്കത്തില്ല. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥനാ മുറിയിൽ പോരാടും. എന്റെ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുന്നു. വിശ്വസിക്കുന്നവർ മാത്രം ഈ ദൂതനെ ഏറ്റെടുത്ത് നിങ്ങളെ തലമുറകൾ അഭിഷേകം വഹിക്കേണ്ടവരാണ്. ഓ റിബാലവ ശബ്ദന. പിശാച് ഭയക്കുന്നുണ്ട്. വെറുതെയല്ല അവൻ ബന്ധിക്കാൻ ശ്രമിക്കുന്നത്, വെറുതെയല്ല അവൻ ഒതുക്കിക്കളയാൻ ശ്രമിക്കുന്നത്, വെറുതെയല്ല ദൈവിക പദ്ധതികളിൽ നിന്ന് അവരെ വ്യതിചലിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. അവനറിയാം, ഇവർ അഭിഷേകത്താൽ നിറയപ്പെട്ടാൽ ഈ ദൈവിക പദ്ധതിയിലേക്ക് അവർ കയറി വന്നാൽ പിശാചിന്റെ ഇരിപ്പിടത്തെ ഇളക്കും, അവനെ തകർക്കും. അത് അവന്റെ തകർച്ചയ്ക്ക് കാരണമാകും. ആ അഭിഷേകത്താൽ ഇവർ നിറയപ്പെട്ടാൽ പിശാചിന്റെ ആശ നശിക്കും. അവൻ പല്ലുകടിച്ച് ഉരുകിപ്പോകേണ്ടി വരുമെന്ന് പിശാചിനറിയാം. അതുകൊണ്ടാണ് അവൻ തലമുറകളെ ബന്ധിക്കാനായി ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. കണ്ട് നിരാശപ്പെടേണ്ട. വാഴ്ത്തത്ത വചനങ്ങളെ എടുത്തു വച്ച് ദൈവസന്നിധി പ്രാർത്ഥിക്ക്. ദൈവം വൻകാര്യങ്ങളെ ചെയ്യാൻ പോകുന്നു. മറ്റൊരു വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ വേഗത്തിൽ കൊണ്ടുവരാം. ഒന്ന് വായിച്ച യോവേൽ പ്രവചന പുസ്തകം 2-ാം അധ്യായം 28-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. കണ്ടോ, ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു പദം കണ്ടോ? നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ഹല്ലേലൂയ. ഈ വചനത്തെ നിങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുത്ത് നിങ്ങളുടെ തലമുറകളിലൂടെ ദൈവത്തിനൊരു ശുശ്രൂഷ ചെയ്യുവാൻ പദ്ധതിയുണ്ട്. വിശ്വസിക്കുവാൻ കഴിയുമോ? കള്ളപ്രവാചകന്മാർ നമുക്ക് ചുറ്റും വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ മധ്യത്തിൽ ദൈവത്തിൽ നിന്നും നേരിട്ട് ആലോചന പ്രാപിച്ച് മുഖം നോക്കാതെ പരിശുദ്ധനാം ദൈവം കൊടുക്കുന്ന ആലോചനയെ ഈ കാലഘട്ടത്തിൽ വിളിച്ചു പറയുവാൻ പരിശുദ്ധനാം ദൈവം നിങ്ങളുടെ തലമുറകളെ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ ഉദരത്തിനകത്ത് ദൈവം തലമുറകളെ നൽകി തന്നത് നിങ്ങൾക്ക് ദുഃഖത്തിനായിട്ടല്ല, നിങ്ങൾക്ക് നിരാശയ്ക്കായിട്ടല്ല. ദൈവത്തിന്റെ ആത്മാവ് കൊടുക്കുന്ന ആലോചനയെ മുഖം നോക്കാതെ വ്യക്തികളോട് വിളിച്ചു പറയുവാൻ പരിശുദ്ധ ആത്മാവ് അവരെ ദൈവത്തിന്റെ പ്രവാചകന്മാരായി പ്രവാചകിമാരായി കണ്ടിരിക്കുന്നു. വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രം ഈ ദൂതിനെ ഏറ്റെടുക്കുക. നിങ്ങളുടെ തലമുറകളെ നോക്കി നിങ്ങൾ ആത്മാവിൽ വിളിച്ചു പറഞ്ഞ് പിശാച് നിങ്ങളെ നോക്കി വിളിച്ചു പറയും: എവൾ നിങ്ങൾക്ക് ദുഃഖത്തിനാണ്, എവൻ നിങ്ങൾക്ക് ദുഃഖത്തിനാണ്. ഈ തലമുറ നിങ്ങൾക്ക് നാശത്തിന് വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങൾക്ക് സന്തോഷം തരത്തില്ല. ഈ തലമുറയിലൂടെ നിങ്ങൾ സമാധാനം അനുഭവിക്കത്തില്ല. ഈ തലമുറ ഒരിക്കലും ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടത്തില്ല. ദൈവം പോലും വേണ്ടെന്ന് വെച്ച് എഴുതി തള്ളിയിരിക്കുന്നതെന്ന് സമൂഹം വിളിച്ചു പറയുമ്പോൾ, പിശാച് വിളിച്ചു പറയുമ്പോൾ, അതിന്റെ മധ്യത്തിൽ പരിശുദ്ധനാം ദൈവം നൽകി തന്നിരിക്കുന്ന ആലോചനയെ ഏറ്റെടുത്തുകൊണ്ട് വിശ്വാസത്തോട് പറ: എന്റെ തലമുറ തകർച്ചയ്ക്ക് വേണ്ടിയിട്ടല്ല. ഈ കാലഘട്ടത്തിന്റെ ഉണർവിൽ എന്റെ തലമുറ ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുക. ഈ കാലഘട്ടത്തിന്റെ പ്രവാചകന്മാരായി പ്രവാചകിമാരായി സത്യവചനത്തെ അതുപോലെ വിളിച്ചു പറയുവാൻ, ദൈവം കൊടുക്കുന്ന ആലോചനയെ അതുപോലെ മുഖം നോക്കാതെ വിളിച്ചു പറയുവാൻ എന്റെ ദൈവം എന്റെ തലമുറയെ കണ്ടിരിക്കുന്നു. അതിന് വിരുദ്ധമായി വെല്ലുവിളിച്ചുകൊണ്ട് പൈശാചിക മണ്ഡലങ്ങൾ ആ ദൈവിക പദ്ധതിയിലേക്ക് കടന്നു വരുവാൻ അനുവദിക്കാതെ എന്റെ തലമുറകളെ ബന്ധിക്കുവാൻ ശ്രമിക്കുന്ന ബന്ധനങ്ങളെ എന്റെ ദൈവം ഇന്ന് ഞാൻ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ബന്ധനങ്ങളെ പൊട്ടിച്ചുകൊണ്ട് ദൈവിക പദ്ധതിയിലേക്കുള്ളതിന് എന്റെ ദൈവം ദൈവിക പദ്ധതിയിലേക്ക് മടക്കി വരുത്തുന്നു എന്ന് വിശ്വാസത്തോടെ പറ. പിശാചം നിന്റെ ആശ നടക്കത്തില്ല, നിന്റെ പദ്ധതി നടക്കത്തില്ല. സർവശക്തനാം ദൈവം എന്റെ ഉദരത്തിനകത്ത് എനിക്കൊരു തലമുറയെ തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ദൈവം നൽകി തന്ന തലമുറകൾ ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടും.
നേടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഓ റമ ശംദന ഹത്തുൽ കൗഡബദരഗതസി. അപ്പോൾ പിശാച് എന്തുകൊണ്ടാ തലമുറകളെ ലക്ഷ്യമാക്കി കടന്നു വരുന്നത്? എന്തുകൊണ്ടാ പിശാച് തലമുറകളെ ബന്ധിക്കുവാൻ നോക്കുന്നത്? എന്തുകൊണ്ടാ തലമുറകൾ ദൈവാലയത്തിനകത്തേക്ക് കടന്നു വരുവാൻ അനുവദിക്കാതെ അവരുടെ റൂട്ടുകളെ പിശാച് തിരിച്ചുവിടുന്നത്? മറ്റൊന്നും കൊണ്ടല്ല, എവരെ കുറിച്ച് ദൈവത്തിന് ശക്തമേറിയ പദ്ധതിയുണ്ട്. എവർ ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടവരാണ്. നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണങ്ങൾ നടക്കുന്നത് നിങ്ങളുടെ തലമുറകളിലൂടെയാണ്. നിങ്ങൾ ആഗ്രഹിച്ചിട്ട് ചെയ്യുവാൻ കഴിയാത്ത പലതും നിങ്ങളുടെ തലമുറകളുടെ ചെയ്തെടുക്കുവാൻ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചെയ്തെടുക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിങ്ങൾ എവിടെയാണോ പരാജയപ്പെട്ടു പോയത്, ആ മണ്ഡലത്തിൽ നിങ്ങളെ പരാജയപ്പെടുത്തിയ പിശാചിന് അവിടെ തകർത്തുകൊണ്ട് ജയാളികളായി നിങ്ങളുടെ തലമുറകളെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതിൽ അഭിഷേകം വഹിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ ഉണർവിന് വേണ്ടി ദൈവം ഉപയോഗിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളുടെ തലമുറയുണ്ട്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ ദൂതിനെ ഏറ്റെടുത്തുകൊണ്ട് ഇരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ സ്തുതിച്ചാട്ടെ. കർത്താവ് വൻകാര്യങ്ങളെ ചെയ്യാൻ പോവുകയാണ്. മറ്റൊരു ഭാഗത്തിലേക്ക്, മറ്റൊരു വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവചന പുസ്തകം 54 അധ്യായം അതിന്റെ 3-ാമത് വാക്യം. യെശയ്യാവിന്റെ പുസ്തകം 54 അതിന്റെ 3-ാമത് വാക്യം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും, നിന്റെ സന്തതി ജാതികളുടെ ദേശം കൈവശമാക്കുകയും ശൂന്യ നഗരങ്ങളിൽ നിവാസികളെ പാർപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് ഈ വായിച്ചു കേൾക്കുന്ന വചനങ്ങളെ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നോട്ട് ചെയ്ത് ദിവസവും അതിനെ എടുത്ത് വായിച്ച് അതിന്റെ മുകളിൽ കരം വെച്ച് പ്രാർത്ഥിച്ചാൽ അത് നിങ്ങളുടെ കുടുംബത്തിനകത്ത് വിടുതലാകും. അത് നിങ്ങളുടെ തലമുറകൾക്കകത്ത് വിടുതലാകും. ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന വാഴ്ത്തത്ത വചനങ്ങളാണ്. ഈ വചനത്തിന് ശക്തിയുണ്ട്. ഈ വചനത്തിന് ശക്തിയുണ്ട്. ഈ വചനത്തിൽ വിശ്വസിക്കുക. നിങ്ങളുടെ തലമുറ തകരുമെന്നല്ല ദൈവം പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ തലമുറ ഒരിടത്ത് ഒതുങ്ങിപ്പോയി അവരുടെ ജീവിതത്തിന് ഒരു വിശാലതയും വരത്തില്ല, അവരുടെ സാഹചര്യങ്ങൾക്ക് ഒരു മാറ്റവും വരത്തില്ലെന്നല്ല ദൈവം പറയുന്നത്. ദൈവം പറയുന്നു അവരെ പരക്കുമാറാക്കും. അവർക്ക് വേണ്ടി ദൈവം കണ്ടിരിക്കുന്ന യഥാസ്ഥാനങ്ങളുണ്ട്. അവരെ എത്തിക്കുമെന്ന് ദൈവം പറഞ്ഞിരിക്കുന്ന മണ്ഡലത്തിൽ അവരെ എത്തിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. നിങ്ങളെ നോക്കി ദൈവാത്മാവ് ആലോചന പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ തലമുറകളെ നോക്കി ദൈവാത്മാവ് ആലോചന പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞ ആലോചനകൾ ഇന്ന് നിവർത്തിച്ചിട്ടില്ലായിരിക്കാം. ഇപ്പോഴും ഏതോ ഒരു ബൗണ്ടറിക്കകത്ത് നിങ്ങളുടെ തലമുറകളിൽ കടന്ന് കറങ്ങുകയാണ്. പലരുടെ മക്കൾ പല മേഖലകളിലെത്തി അവർ രക്ഷപ്പെട്ടു. ഇതുവരെയും എൻ്റെ തലമുറ രക്ഷപ്പെട്ടില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്ന ദൈവത്തിന്റെ ആലോചന ഇതാണ്. നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ഇതാണ്. നിങ്ങളെ മക്കളെ കുറിച്ചുള്ള ദൈവിക പദ്ധതി ഇതാണ്. അവരെ 4 ചുമരുകൾക്കകത്ത് ബന്ധിച്ചിടുമെന്നല്ല, ബന്ധിച്ചിടുവാൻ ശ്രമിക്കുന്ന പൈശാചിക പദ്ധതികളെ പൊളിച്ചുകൊണ്ട് അവരെ ദൈവം പുറത്തു കൊണ്ടുവരും. അവർ ജാതികളുടെ ദേശം കൈവശമാക്കും. അവരിലൂടെ ദൈവം വൻ കാര്യങ്ങളെ ചെയ്യും. എൻ്റെ തലമുറയെ എൻ്റെ ദൈവം മാനിക്കും. വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? എനിക്ക് ദൈവം നൽകി തന്നിരിക്കുന്ന ആ മുഴുവൻ ശക്തിയും എടുത്ത് ഞാൻ ഈ ദൂതനെ നിങ്ങളോട് വിളിച്ചു പറയുകയാണ്. പ്രിയ മാതാവേ, പ്രിയ പിതാവേ, നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്. പലരും രക്ഷപ്പെട്ടു, പലരുടെയും തലമുറകൾ രക്ഷപ്പെട്ടു. പലരുടെയും തലമുറകൾ പല മേഖലകളിലെത്തി. അവർ സെറ്റിലായി. നിങ്ങളുടെ തലമുറ ഒരുപക്ഷെ സെറ്റിലായിട്ടില്ലായിരിക്കാം. പക്ഷെ ദൈവാത്മാവ് പറയുന്നു അത് കണ്ട് നിരാശപ്പെടണ്ട. ഇട്ടാവട്ടത്തിനകത്തിട്ട് കറക്കി നിങ്ങളുടെ തലമുറകളെ തകർത്ത് കളയുവാൻ, ഒതുക്കി കളയുവാൻ, 4 ചുമരുകൾക്കകത്ത് ബന്ധിച്ചിടുവാൻ പൈശാചിക മണ്ഡലങ്ങൾ പദ്ധതികൾ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ആ പദ്ധതികളെ പൊളിച്ചുകൊണ്ട് ദൈവം അവരെ കാണാൻ ആഗ്രഹിക്കുന്ന യഥാസ്ഥാനമുണ്ട്. ആ മേഖലകളിൽ അവരെ എത്തിക്കുവാൻ ഈ ദൈവം വിശ്വസ്തനാണ്. അത് ദൈവം ചെയ്യുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ടാ പിശാച് തലമുറകളെ ബന്ധിക്കാൻ നോക്കുന്ന മനസ്സിലായോ? അവർ ഒരിടവും എത്തരുത്. അവരെ ദൈവം കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥാനങ്ങളുണ്ട്, അവിടെ എത്തരുത്. അവരെ ദൈവം കാണാൻ ആഗ്രഹിക്കുന്ന പൊസിഷനുകളുണ്ട്, അവിടെ അവരെത്തരുത്. അവിടെ അവരെത്തിക്കഴിഞ്ഞാൽ ദൈവം അവരിലൂടെ ആ രാജ്യത്ത്, ആ പട്ടണത്ത് പലതും ചെയ്തെടുക്കുമെന്ന് പിശാചിനറിയാം. അതുകൊണ്ട് വഴികളെ അടച്ച്, വാതിലുകളെ അടച്ച്, ജീവിതത്തിന്റെ മുമ്പോട്ടുള്ള മേഖലകളെ ബന്ധിച്ചൊതുക്കുവാൻ പിശാച് പദ്ധതികൾ ഒരിക്കലും നിരാശപ്പെടണ്ട.
ദൈവം നമ്മോട് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കുവാൻ ദൈവം വിശ്വസ്തരാണ്. മറ്റൊരു വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. യെശയ്യാവിന്റെ പുസ്തകം 54-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് വന്നു. യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 54-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നിന്റെ മക്കൾ എല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും നിന്റെ മക്കളുടെ സമാധാനം വലുതുമായിരിക്കും. ഹല്ലേലൂയ. അവിടെ പറയുന്ന ഒരു പദം കണ്ടോ? നിന്റെ മക്കൾ എല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും. നിന്റെ മക്കൾ എല്ലാവരും പിഴച്ചു പോകുമെന്നല്ല ദൈവം പറയുന്നു. പിഴപ്പിച്ച് കളയുന്നതും നിന്റെ മക്കളുടെ റൂട്ട് തെറ്റിക്കുന്നതും പിശാചാണ്. പക്ഷെ ദൈവം പറയുന്നു ഇല്ല, നിന്റെ മക്കൾ എല്ലാവരും. ഒരു പദവും കൂടെ അവിടെ ചേർത്തിരിക്കുന്നുണ്ടോ? നിന്റെ കുടുംബത്തിൽ 4 മക്കളുണ്ടെങ്കിൽ അതിൽ 2 മക്കൾ രക്ഷപ്പെടും, ബാക്കിയുള്ളവർ നശിച്ചു പോകുമെന്നല്ല. 4 മക്കളുണ്ടെങ്കിൽ 4 പേരും എല്ലാവരും, 3 പേരാണെങ്കിൽ 3 പേരും, 2 പേരാണെങ്കിൽ 2 പേരും, ഒരാളെ ഉള്ളുവെങ്കിൽ ഒരാൾ, അവർ ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരായിരിക്കും. അവർ പിഴച്ചു പോകത്തില്ല, അവർ റൂട്ട് മാറിപ്പോകാൻ ദൈവം അനുവദിക്കത്തില്ല. എന്നാൽ പിശാചിന്റെ പദ്ധതി റൂട്ട് തെറ്റിക്കുക, അവരെ വഴി പിഴച്ചു വിടുക, അവരെ ദൈവസന്നിധിയിൽ അകറ്റിക്കളയുക. പക്ഷെ ദൈവം പറയുന്നു ഇല്ല, അങ്ങനെ ആകാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഏത് പിശാച് ഏതൊക്കെ മണ്ഡലത്തിലിരുന്ന് വെല്ലുവിളിച്ചെന്ന് പറഞ്ഞാലും ദൈവം പറഞ്ഞത് ഊവ് ഊവ് എന്നും ഇല്ല ഇല്ല എന്നുമാണെങ്കിൽ, മാതാവേ നീ വിശ്വസിച്ച് പറ, എന്റെ മക്കൾ എല്ലാവരും, എനിക്ക് ഒരു ആൺ പൈതലും ഒരു പെൺ പൈതലുമാണെങ്കിൽ അവർ 2 പേര്, എനിക്ക് തന്നിരിക്കുന്നത് 4 മക്കളാണെങ്കിൽ അവർ 4 പേര്. ഒരാളെ ദൈവം തന്നിട്ടുള്ളൂ എങ്കിൽ ആ ഒരാൾ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടും. വഴി പിഴപ്പിച്ച് കളയുവാൻ പിശാച് കൂട്ടുകെട്ടുകളെ കൊണ്ടുവന്നിട്ട് അതിനകത്ത് ബന്ധിച്ച് കളയുവാൻ ശ്രമിച്ചാലും റൂട്ട് തെറ്റിച്ച് ദർശനങ്ങളെ മാറ്റി കാഴ്ചപ്പാടുകളെ മാറ്റി ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് വലിച്ചു കളഞ്ഞ് ഇനി എവിടെയെല്ലാം കൊണ്ടിട്ട് കുരുക്കാൻ പിശാച് ശ്രമിച്ചാലും കുരുക്കുകളെ പൊട്ടിച്ച് ദൈവം അവനെ ഉപദേശിച്ച് ദൈവത്തിന്റെ പാതയിൽ കൊണ്ടുവന്ന് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അവനെ എഴുന്നേൽപ്പിക്കും. കണ്ണുനീരോടെ കരയുന്ന മാതാവേ, വചനത്തെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുക. ഇത് നമുക്ക് ദൈവം ഹല്ലേലൂയ സ്തോത്രം നൽകിയിരിക്കുന്ന വചനങ്ങളാണ്. നമ്മളുടെ തലമുറകളെ കുറിച്ച് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പ്രവചന ദൂതുകളാണ്. ഈ പ്രവചനത്തെ വിശ്വസിച്ച് അതുപോലെ ഏറ്റെടുത്ത് ദൈവസന്നിധി പ്രാർത്ഥിക്കുക. എന്റെ ദൈവം വൻകാര്യങ്ങൾ ചെയ്താൻ പോകുന്നു. നിങ്ങൾ പറയേ, എന്റെ തലമുറ പിഴച്ചു പോകത്തില്ല. നിങ്ങൾ വിശ്വാസത്തോട് പറയേ, എന്റെ തലമുറയെ റൂട്ട് തെറ്റിക്കാൻ ശ്രമിക്കുന്ന പിശാചാണ്, പക്ഷെ അവന്റെ ആശ നശിക്കും, അവന്റെ ആഗ്രഹം സഫലമാകത്തില്ല. എന്റെ തലമുറയെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, അത് മാത്രമേ നടക്കത്തുള്ളൂ. ഞാൻ ഒരു വാക്യം കൂടെ വായിച്ച് ഈ ഭാഗത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുവാനായി ആഗ്രഹിക്കുന്നു. യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 66-ാം അധ്യായം അതിന്റെ 22-ാമത് വാക്യം. ഇവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? ഞാൻ ഉണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്റെ മുമ്പാകെ നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതിയും നിങ്ങളുടെ പേരും നിലനിൽക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഇന്നത്തെ ആകാശവും ഇന്നത്തെ ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്നാൽ ദൈവം ഇനിയൊരു ആകാശവും ഭൂമി ഉണ്ടാക്കും. അത് ഒഴിഞ്ഞു പോകത്തില്ല, അത് നിലനിൽക്കും, അത് നിത്യമായതാണ്. അതെന്തിനെ കാണിക്കുന്നു? അത് നിത്യതയെ കാണിക്കുന്നു. അപ്പോൾ അർത്ഥം എന്താണ്? ആ നിത്യതയിലും നിങ്ങളും നിങ്ങളുടെ തലമുറയും ഉണ്ടായിരിക്കും. നിങ്ങളുടെ പേർ ആ നിത്യതയിൽ ഉണ്ടായിരിക്കും. കേവലം നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ തലമുറയുടെ പേരും ആ നിത്യതയിൽ ഉണ്ടായിരിക്കും. പിശാച് പറയും, നിന്റെ പേരുണ്ടാകണമെങ്കിൽ ഉണ്ടാകട്ടെ, പക്ഷെ നിന്റെ തലമുറയുടെ പേർ ആ നിത്യതയിൽ ഉണ്ടാകുവാൻ അനുവദിക്കത്തില്ല. അതുകൊണ്ട് പിശാച് തലമുറകളെ വശീകരിച്ച് അവരെ റൂട്ട് മാറ്റി, അവരെ ഗതികളെ മാറ്റി, അവരെ ജീവിത ശൈലികളെ മാറ്റി, അവരെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞ് നിത്യതയെ അവരിൽ നിന്നും അന്യമാക്കി കളയുവാൻ പദ്ധതികൾ ഒരുക്കുമ്പോൾ പരിശുദ്ധനാം ദൈവം പറയുന്നു, അത് കണ്ട് നീ ഭാരപ്പെടണ്ട, ഞാൻ നിനക്ക് തരുന്ന വാഗ്ദത്ത വചനമാണ്. ഇതിനെ മുറുകെ പിടിച്ച് നീ ദൈവസന്നിധി പ്രാർത്ഥിക്ക്. നീ മാത്രമല്ല, നിന്റെ തലമുറകളും ആ നിത്യതയുടെ അവകാശികളായി തീരും. പിശാച് പറയും ഒരിക്കലും നടക്കത്തില്ലെന്ന്. ആ പിശാചിനെ നോക്കി വിളിച്ചു പറഞ്ഞ, നിന്റെ ആശ നശിക്കും പിശാച്. എന്റെ ദൈവത്തിന്റെ ആഗ്രഹം മാത്രമേ നടക്കത്തുള്ളൂ, എന്റെ ദൈവത്തിന്റെ പദ്ധതി മാത്രമേ നടക്കത്തുള്ളൂ. ഞാൻ ദൈവസന്നിധിയിൽ എന്റെ തലമുറകൾക്ക് വേണ്ടി ഒഴുക്കുന്ന കണ്ണുനീര് വൃഥാവായി തീരുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. അവർ ഏത് രാജ്യത്തായാലും, അവർ ഏത് പട്ടണത്തിലായാലും, അവിടുത്തെ രാജ്യത്തിന്റെ പലവിധമാകുന്ന മോഹങ്ങൾ, ലോകത്തിന്റെ മോഹങ്ങൾ അവരകത്തേക്ക് കയറ്റിവിട്ട്
അവരെ വശീകരിച്ച് നശിപ്പിച്ചു കളയുവാൻ, നിത്യതയിൽ നിന്ന് അന്യപ്പെടുത്തി കളയുവാൻ നീ പദ്ധതികൾ ഒരിക്കലും പിശാചം നടക്കത്തില്ല. ആ പ്ലാനുകൾ എൻ്റെ ദൈവം തകിടം മറിച്ചുകൊണ്ട് എൻ്റെ ദൈവത്തിന്റെ പ്ലാനിന്, എൻ്റെ ദൈവത്തിന്റെ ഉദ്ദേശത്തെ, എൻ്റെ ദൈവത്തിന്റെ പദ്ധതികളെ എൻ്റെ തലമുറയുടെ മേൽ എൻ്റെ ദൈവം നടപ്പിലാക്കും. ദൈവിക പദ്ധതി അല്ലാതെ മറ്റൊന്നും നടക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. വിശ്വാസത്തോടെ ഈ ദൂതിനെ ഏറ്റെടുക്കുക. എൻ്റെ ദൈവം വൻ കാര്യങ്ങളെ ചെയ്യാൻ പോകുന്നു. പരിശുദ്ധാത്മാവ് പല വചനങ്ങളോട് നമ്മോട് സംസാരിച്ചു. എന്തുകൊണ്ടാണ് തലമുറകളെ ബന്ധിക്കുവാൻ പിശാച് പദ്ധതികൾ ഒരുക്കുന്നത്? എന്തുകൊണ്ടാണ് തലമുറകളെ ലക്ഷ്യമാക്കി സാത്താന്യ വ്യാപാരങ്ങൾ കടന്നു വരുന്നത്? അവരെ ബന്ധിക്കുവാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? അവരെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അകറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് പരിശുദ്ധ ആത്മാവ് നമ്മോട് സംസാരിക്കുവാനിടയായി. അടുത്ത് ഞാൻ അവസാനമായി ഒരു പദം പറഞ്ഞതിനെ അവസാനിപ്പിക്കുവാനായി ആഗ്രഹിക്കുന്നു. ഈ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന തലമുറകളെ എങ്ങനെ വിടിവിക്കുവാനായി കഴിയും? സാത്താന്യ ബന്ധനത്തിനകത്ത് കുരുങ്ങിക്കിടക്കുന്ന തലമുറകളെ എങ്ങനെ വിടിവിക്കുവാനായി കഴിയും? എങ്ങനെ അവർ ആ ബന്ധനത്തിൽ നിന്ന് പുറത്തു വരും? നമ്മൾ പ്രാരംഭത്തിൽ വായിച്ച വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. അവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 1-ാമത് വാക്യം. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശയോട് നിലവിളിച്ച്, നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി, നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എന്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. കടക്കാരൻ തലമുറകളെ ബന്ദികളാക്കി കൊണ്ടുപോകുവാൻ നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ആ സ്ത്രീ പ്രവാചക ശിഷ്യന്റെ ഭാര്യമാരിൽ ഒരുത്തി പ്രവാചകനായിരിക്കുന്ന എലീശയുടെ അരികിലേക്ക് ഓടിച്ചെല്ലുകയാണ്. തൻ്റെ ഭവനത്തിൽ നടക്കുന്ന, തൻ്റെ ജീവിതത്തിൽ നടക്കുന്ന, തൻ്റെ തലമുറകളിൽ സംഭവിക്കുന്ന വിഷയത്തെ പ്രവാചകനോട് പറയുകയാണ്. ഇത് കേട്ട പ്രവാചകൻ സ്ത്രീയോട് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? അടുത്ത് പ്രവാചകൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിന്റെ ഭവനത്തിൽ എന്തുണ്ട്? അവൾ പറയുകയാണ്, ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നുമല്ല. അടുത്ത് പ്രവാചകൻ പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ വീട്ടിൽ ചെന്ന് അയൽക്കാരോടൊക്കെയും പാത്രങ്ങൾ വാങ്ങിച്ച് നീ എണ്ണ അതിലേക്ക് പകരുക, നിറഞ്ഞതിനെ ഒരു ഭാഗത്തേക്ക് മാറ്റുക. എന്താ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്? ബന്ധിക്കപ്പെട്ട തലമുറകൾ വിടുതൽ പ്രാപിക്കണമെങ്കിൽ എണ്ണ വർദ്ധിക്കണം ഭവനത്തിനകത്ത്. എണ്ണയുടെ നിറവ് ഭവനത്തിനകത്ത് വെളിപ്പെട്ടാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന തലമുറകൾ വിടുതൽ പ്രാപിക്കും. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മോടും പറയുന്ന ദൈവത്തിന്റെ ആലോചന ഇതാണ്. ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന തലമുറകൾ വിടുതൽ പ്രാപിച്ച് പുറത്തു വരണമെങ്കിൽ ഒരു അഭിഷേകത്തിന്റെ വർധനവ് ഭവനത്തിന് ആവശ്യമാണ്. പ്രാർത്ഥനയുടെ വർധനവ് ഭവനത്തിൽ ആവശ്യമാണ്. ആരാധനയുടെ വർധനവ് ഭവനത്തിൽ ആവശ്യമാണ്. ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ നാളുകളുടെ പ്രാർത്ഥനാ രീതികളെ മാറ്റിവെച്ചുകൊണ്ട് ഒരു പുത്തൻ സമർപ്പണത്തോടുകൂടെ ദൈവസന്നിധിയിലേക്ക് കയറി വന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച കർത്താവേ, ഈ കാലഘട്ടങ്ങളിൽ എന്റെ തലമുറയെ ബന്ധിച്ചു വച്ചിരിക്കുന്ന ബന്ധനത്തിനകത്തു നിന്ന് അവരെ വിടിവിക്കുവാനുള്ള ഒരു അഭിഷേകത്തെ എന്റെ മേൽ അങ്ങ് പകരണമേ. ഈ അഭിഷേകം പോര കർത്താവേ, ഈ കൃപ പോര കർത്താവേ, ഈ ശക്തി പോര കർത്താവേ. എന്റെ മേലൊരു പുത്തൻ അഭിഷേകത്തെ പകരണമേ, എന്റെ മേലൊരു പുത്തൻ ശക്തിയെ പകരണമേ. ഒരു വർധനവ്, അഭിഷേകത്തിന്റെ വർധനവ്, പ്രാർത്ഥനയുടെ വർധനവ്, ദൈവകൃപയുടെ വർധനവ്, ദൈവശക്തിയുടെ വർധനവ് നിങ്ങളിൽ, നിങ്ങളുടെ കുടുംബത്തിനകത്ത് വെളിപ്പെട്ടാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന തലമുറകൾ വിടുതൽ പ്രാപിച്ച് പുറത്തു വരും. കണ്ണുകളടച്ച് ദൈവസന്നിധി പ്രാർത്ഥിച്ച് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് കൈമാറിയ ദൈവദൂതിൻ കീഴിൽ നിങ്ങളെ തന്നെ സമർപ്പിച്ച് പറഞ്ഞ, അപ്പാ, ഞാൻ ആത്മാവിൽ ദരിദ്രനാണ്. ഈ കാലഘട്ടത്തിൽ ഞാനും എൻ്റെ കുടുംബവും എൻ്റെ തലമുറകളും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധികൾക്കകത്തുനിന്ന് പുറത്തു വരുവാൻ ഈ കഴിഞ്ഞ നാളുകളിൽ ഞാൻ പ്രാപിച്ച അഭിഷേകം പോരാ. അതിലൊരു വർധനവ് എനിക്കുണ്ടാകണം. ഒരു പുത്തൻ കൃപ എൻ്റെ മേൽ പകരണം, ഒരു പുത്തൻ ശക്തി എൻ്റെ മേൽ പകരണം. കൃപാവര പ്രാപ്തരെ തേടി ഓടി നടക്കുന്നത് നിർത്തലാക്കിയിട്ട് ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ കയറുക. പുത്തൻ അഭിഷേകത്തെ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുക, പുത്തൻ ശക്തിയെ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുക. പ്രാപിച്ചെടുത്ത ദൈവകൃപയിൽ ദൈവസന്നിധിയിൽ നിന്ന് ആത്മാവിൽ പടവെട്ടി നോക്കി തലമുറകൾക്ക് വേണ്ടി പോരാടി പ്രാർത്ഥിച്ച് ഇന്നലെ വരെ നടക്കാത്ത ദൈവിക വിടുതലുകൾ നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ തലമുറകളുടെ മേൽ ദൈവം ചെയ്യും. പരിഭവങ്ങൾ പറയുന്നത് അവസാനിപ്പിച്ചുകൊണ്ട്, പിറുപിറുപ്പലുകൾ അവസാനിപ്പിച്ചുകൊണ്ട് ഈ ദൂതിനെ ഏറ്റെടുത്ത് ദൈവസന്നിധിയിൽ കയറി വന്ന് പ്രാർത്ഥിച്ച് പുത്തൻ ശക്തിയെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചുകൊണ്ട് പടക്കളത്തിലെ യോദ്ധാവിനെ പോലെ ശത്രുമണ്ഡലത്തെ ആത്മാവിൽ വെട്ടുവീഴ്ത്തി തലമുറകളെ
ബന്ധിച്ചു വച്ചിരിക്കുന്ന ബന്ധനങ്ങളിൽ നിന്നും അവരെ വിടുവിക്കുവാൻ എന്റെ ദൈവം എന്നെ കണ്ടിരിക്കുന്നു എന്ന വെളിപ്പാടുകളോടുകൂടെ ഈ ദിവസങ്ങളിൽ ദൈവസന്നിധി പ്രാർത്ഥിക്കാനിരുന്ന് നോക്കിയേ, ഇതുവരെ നടക്കാത്ത ദൈവപ്രവർത്തികൾ ദൈവം ചെയ്തെടുക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവേ, നല്ലതും വിലയേറിയതുമായ ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ആലോചന അങ്ങ് കൈമാറിയല്ലോ. എന്തുകൊണ്ട് തലമുറകൾ ബന്ധിക്കപ്പെട്ടു പോകുന്നു? പിശാച് തലമുറകളെ പിന്തുടർന്ന് ബന്ധിക്കുവാനുള്ള കാരണം എന്താണ്? ബന്ധിക്കപ്പെട്ട തലമുറകളെ എങ്ങനെ വിടിപ്പിച്ച് പുറത്തെടുക്കുവാൻ കഴിയും? ഇത്യാദി വിഷയങ്ങളെ ദൈവത്തിന്റെ ഈ ആത്മാവ് ഞങ്ങളോട് സംസാരിച്ചല്ലോ അങ്ങയുടെ വചനത്തിലൂടെ. അതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ വചനങ്ങൾ കേട്ടവരിൽ ആരെല്ലാം ഈ ദൂതനെ ഏറ്റെടുത്ത് ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു, ആ വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ ആത്മാവിടെ നിന്ന് പ്രവർത്തിക്കണമേ. അങ്ങയുടെ മക്കളുടെ വിഷയങ്ങളുടെ വിധ ദൈവിക പ്രവർത്തികളെ ദൈവാത്മാവ് വെളിപ്പെടുത്തണമേ. ആ കുടുംബത്തിൽ ദൈവപ്രവർത്തികൾ വെളിപ്പെടട്ടെ. തലമുറയുടെ മേൽ ദൈവപ്രവർത്തി വെളിപ്പെടട്ടെ. തലമുറകളെ കുറിച്ചുള്ള ദൈവിക ഉദ്ദേശങ്ങൾ നിവർത്തിയാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ നാമമഹത്വത്തിന് വേണ്ടി ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തിന് വേണ്ടി ശോഭിക്കുവാൻ കർത്താവേ, തലമുറകളെ സ്വർഗം അവിടുന്ന് ഉപയോഗിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കണ്ണുനീരോടെ കരയുന്ന മാതാവിന്, കണ്ണുനീരോടെ കരയുന്ന പിതാവിന്, കണ്ണുനീരോട് കരയുന്ന കുടുംബങ്ങളെ, വ്യക്തികളെ ഈ സമയത്ത് അടിയൻ കാണുകയാണ് ആത്മാവിൽ. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ആ കുടുംബങ്ങൾക്കകത്ത് അത്ഭുതങ്ങളെ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം കർത്താവ്. വരും ദിവസങ്ങളിൽ ദൈവം ചെയ്ത ഈ അത്ഭുതങ്ങളെ കുറിച്ച് ഹല്ലേലൂയ കേൾക്കുവാൻ സ്വർഗീയ പിതാവ് അവിടുന്ന് സഹായിച്ചാട്ട്. കൃപയാൽ അങ്ങ് പുതിയ പ്രാർത്ഥനകളും യാചനകളും അപജം കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.